അമേരിക്കയിൽ ഭരണഘടന തന്നെ ഉറപ്പു നൽകുന്നതാണ് മാധ്യമ സ്വാതന്ത്ര്യം. എന്നാൽ ഇതിനെ മറികടന്നാണ് ഡൊണാൾഡ് ട്രംപ് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. പേര് മാറ്റിയതിനു ശേഷവും ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് ഉപയോഗിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിലക്ക്. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന അസോസിയേറ്റഡ് പ്രസിന് ഇനി US പ്രസിഡന്റിന്റെ ഓഫീസിലോ യാത്രാ സംഘത്തിലോ പ്രവേശനം ലഭിക്കില്ല. ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പേര് മാറ്റിയിരുന്നു. എന്നാൽ AP തങ്ങളുടെ റിപ്പോർട്ടുകളിൽ ഈ മാറ്റം വരുത്താത്തതാണ് വിലക്കിന് കാരണം. അമേരിക്കൻ നിയമപ്രകാരമുള്ള ഭൂമിശാസ്ത്രപരമായ മാറ്റത്തെ AP അവഗണിക്കുകയാണെന്നും ഈ തീരുമാനത്തിലൂടെ തെറ്റായ വിവരമാണ് പുറത്തുവിടുന്നതെന്നും വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി ചീഫ് ടെയ്ലർ ബുഡോവിച്ച് ആരോപിച്ചു. ലോകത്തെ ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകർ ഉപയോഗപ്പെടുത്തുന്ന 175 വർഷം പഴക്കമുള്ള വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിന്റെ നീക്കം ഉത്തരവാദിത്തമില്ലാത്തതാണെന്നും ബുഡോവിച്ച് എക്സിൽ ആരോപിച്ചു. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന US ഭരണഘടനയുടെ 1-ാം ഭേദഗതി പ്രസിഡന്റിന്റെ ഓഫീസിലേക്കോ യാത്രാ സംഘത്തിലേക്കോ അനിയന്ത്രിതമായ പ്രവേശനം ഉറപ്പു നൽകുന്നില്ലെന്നും ബുഡോവിച്ച് പറയുന്നു. 400 വർഷമായി ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നാണ് AP ഉപയോഗിക്കുന്നത്. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വാർത്താ ഏജൻസി എന്ന നിലയിൽ ഈ പേരിനൊപ്പമാണ് AP നിലനിൽക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേര് ഉപയോഗിക്കുന്നത് തന്നെയാകും മനസ്സിലാക്കാൻ എളുപ്പമെന്നും AP വിശദമാക്കുന്നു. ജനങ്ങളുടെ അറിയാനുള്ള സ്വാതന്ത്ര്യത്തെ വിലക്കുന്ന തീരുമാനമാണ് ഭരണകൂടത്തിന്റേതെന്നും ഇത് ഭരണഘടനാ ലംഘനമാണെന്നും വാർത്താ ഏജൻസിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജൂലി പേസും വ്യക്തമാക്കി. അതേസമയം അസോസിയേറ്റഡ് പ്രസിന് പിന്തുണയുമായി ന്യൂയോർക്ക് ടൈംസും രംഗത്തെത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ തീരുമാനങ്ങളിലേക്ക് കൈകടത്തുന്ന ഭരണകൂട തീരുമാനത്തെ ന്യൂയോർക്ക് ടൈംസും അപലപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.